ഹലോ, ഞാൻ നിങ്ങളുടെ ഡോക്ടർ ശ്യാമല പ്രസാദ്. 27 years ആയിട്ട് സ്പന്ദന ആയുർവേദ ക്ലിനിക് കാസർഗോഡിൽ പ്രാക്ടീസ് ആക്കുന്നുണ്ട്. 40 to 45 മേൽപ്പെട്ട സ്ത്രീകള് കുറെ ആൾക്കാര് നമ്മൾ ക്ലിനിക്കലി കൈക്കാല വേദന, മുടി പോകുന്നുണ്ട്, പിന്നെ ആങ്സൈറ്റി ഉണ്ട്, സ്ലീപ്നെസ്നെസ്, വർക്ക് വരുന്നില്ല, അങ്ങനെ ഉണ്ടായ കുറെ സിംറ്റംസ് ಅಲ್ಲಿ വരാറുണ്ട്. ആ ഒരു സന്ദർഭങ്ങളിൽ അധിക ലേഡീസ് ഇത് എല്ലാവർക്കും ഉണ്ടായ പ്രശ്നം നമ്മൾ ഇതിന് സഫറായേ പറ്റൂ, വേറെ ഒരു വഴിയില്ല, നമ്മൾ വേറെ എല്ലാ സിംറ്റംസിന് സഹിക്കാത്ത വേറെ വഴിയില്ല എന്നുണ്ടായ ഒരു തീരുമാനത്തിന് വരും. പക്ഷെ അത് സത്യമല്ല. ഇതില് നിങ്ങൾ എത്രയോ വിഷയങ്ങള് സിമ്പിൾ ഫുഡ് ഹാബിറ്റ്സിനെ ചേഞ്ച് ആക്കിയിട്ട്, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് നേരെ ആക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറയാൻ. എനിക്ക് സിമ്പിൾ ഹെർബ്സ്, ആയുർവേദിക് ഹെർബ്സിൽ ഈ മെനോപോസൽ സിൻഡ്രോമിന് നേരെ ആക്കാൻ പറ്റൂ. അതിൽ ഒന്ന് അശ്വഗന്ധ, യഷ്ടിമധു, ഇതാണ് പ്രധാന ഡ്രഗ്സ്. ഈ ഹെർബ്സിൽ നമ്മൾ ഈസി ആയിട്ട് നിങ്ങൾ കുറെ സിംറ്റംസിന് നേരാക്കാൻ പറ്റൂ. പിന്നെ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും അതിന് ട്രീറ്റ് ആക്കിയെങ്കിൽ നിങ്ങൾ മെനപ്പോസ് ഈസിയല്ലി പോകും. ഇതിൽ ഈ പ്രോട്ടീൻ ഫുഡുകളിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വേണമായ ആഹാരങ്ങൾ പനീർ, ഗ്രെയിൻസ് ആൻഡ് പൾസസ്, സോയാബീന്, ചിക്ക് പീസ്, കടലകള്, എല്ലാ കടലകള് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെയോ ലഞ്ചിൽ ഇൻക്ലൂഡ് ആക്കണം. ഇത് ലോ കാലറി ആയിട്ടുണ്ടാവണം. അധിക കാലറി ഉണ്ടായ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ അധികം വേണ്ട. ഹൈ പ്രോട്ടീൻ ഉണ്ടായ ഡയറ്റ് ഇൻക്ലൂഡ് ആക്കണം. കാരണം ഈ പ്രോട്ടീന് നമുക്ക് ബോഡിക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഈ മെനപ്പോസൽ ടൈമിൽ നമുക്ക് കാൽഷ്യം, B12, വിറ്റമിൻ ഡി, ഈ ഇങ്ങനത്തെ എല്ലാം കുറയുന്നു. ഈ കുറയുമ്പോൾ നമ്മളെ മസിൽ വേസ്റ്റിംഗും നടക്കും. മസിൽ വേസ്റ്റിംഗ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ തിന്നണം, എക്സസൈസ് ചെയ്യണം. ഇപ്പൊ എക്സസൈസ് എന്ന് പറയുന്നത് സിമ്പിൾ യോഗ, വാക്കിംഗ് മതിയാന്നില്ല. സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ. സ്ട്രെങ്ത് ട്രെയിനിങ് പറഞ്ഞെങ്കിൽ ഈ മസിൽ ഏത് വേസ്റ്റിംഗ് ആകുന്നുണ്ട് ആ മസിലിനെ റീഗെയിൻ ആക്കാൻ, അതിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ആക്കാനുണ്ടായ എക്സസൈസ് അത്യാവശ്യമാണ്. ഇപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ സിമ്പിൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അതിന് അനുസരിക്കുക, ഇല്ലെങ്കിൽ ജിമ്മിന് പോയിട്ട് കുറച്ച് അതിന് പഠിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ആക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ മസിലിനെ റീറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏജ് ആകുമ്പോഴും നമുക്ക് ഇരുന്നിട്ട് എണിക്കാനുണ്ടായ ശക്തി വേണോ, അതുണ്ടായ ഒരു അത്യാവശ്യ കാര്യത്തിന് മാത്രം ഈ മസിൽ സ്ട്രെങ്ത് ട്രെയിനിങ് വേണം. അധിക ലേഡീസ് പിന്നെ ഈ സമയത്തില് സ്ട്രെസ്, ആങ്സൈറ്റി സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് എന്ന് പറയാറുണ്ട്. ഇതിന് സെൽഫ് അവയർനെസ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മെഡിറ്റേഷൻ ആക്കാം. ഒരു റൂമിൽ മൊബൈലെല്ലാം ഓഫ് ആക്കിയിട്ട് 10 മിനിറ്റ് ഡീപ്പ് ബ്രീത്തിങ് ആക്കാം. അപ്പൊ നിങ്ങൾ നെർവസ് സിസ്റ്റം കുറച്ച് റീസെറ്റ് ആവും. അധിക സ്ലീപ്പ്, പിന്നെ പീസ്, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടു, പിന്നെ നല്ല വർക്കിന് വേണ്ടിയിട്ടു ശ്രമിക്കാം. വേറെ ഏത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വർങ്ങണോ ആ ഒരു വർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് കുറെ വിഷയങ്ങൾ ശരിയാവും. ഈ ടൈമിൽ കോർട്ടിസോൾ ലെവൽസ് ആർ ഇൻക്രീസ്ഡ്. പറഞ്ഞെങ്കിൽ സ്ട്രെസ് ആവുന്ന ഒരു ഇത് അധിക അങ്ങനെ ഉണ്ടാകുന്ന സമയത്തിൽ സ്ട്രെസ്സിങ് ഫാക്ടേഴ്സ് ആ ഒരു പറയുന്നുണ്ട്, ഈ ഒരു പറയുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ, വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ്, നിങ്ങൾക്ക് ഏത് വഴിക്ക് പോകാനുണ്ടെന്നുണ്ടായ ഒരു സംഭവം നോക്കിയിട്ട് അതിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് പോവാം. നമ്മൾ സ്പന്ദനത്തില് ഈ ഒരു സഹായത്തിന് വേണ്ടിയിട്ടേ ഉണ്ടായത്. എനി ടൈം നിങ്ങൾ ഇതിന് ഈ ഒരു സർവീസിന് അവൈലാക്കാം. നമ്മൾ ഇതിന് ഇൻഫോർമേഷൻ തരൂ, നമുക്ക് ചാർട്ട്സ് തരൂ, നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാനുണ്ടായ ഇൻഫോർമേഷൻ തരൂ, ഏത് ലൈഫ് സ്റ്റൈൽ ഫോളോ ആക്കാനുണ്ടായ ഇൻഫോർമേഷൻ തരൂ, ഏത് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം കണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ ഹെർബ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നിങ്ങളെ സഹായിക്കും. സോ വെൽക്കം ടു സ്പന്ദന. വി ആർ ദെയർ ടു ഹെൽപ്പ് യു.